ജയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ വാർഡിൽ UDF ജയം. ജോസ് കെ മാണിയുടെ വാർഡിൽ UDF ജയിച്ചു. പാലാ നഗരസഭ 22-ാം വാർഡിലെ രജിത പ്രകാശ് UDF. ജോസ് കെ മാണി കാപ്പന്റെ വാർഡിൽ ജോസ് കെ മാണി ജയിച്ച പോലെ ജോസ് കെ മാണിയുടെ വാർഡിൽ UDF എഴുതി പിടിച്ചു. അപ്പൊ ജോസ് കെ മാണി ഇവിടെ മത്സരിച്ച തോറ്റു. തിരുവനന്തപുരം കോർപ്പറേഷൻ 11 UDF. 16 തീരുമാനിക്കും കാര്യങ്ങൾ. എന്റെ ഉല്ലാസരി വർക്കലെ വിളിക്കല്ലേ. പിന്നെ വിളി ഉല്ലാസരി വിളിക്കാ. എന്ത് അവസ്ഥ? TV ഓൺ ചെയ്തു. അല്ല, ഒരു വിവരം പറയാൻ വേണ്ടി പറയുന്ന ഈ സമയത്താണ് കേട്ടാ അത്താരത്ത് കയറി വെടിവെക്കുന്നത് അല്ലേ? ഇടുക്കി ജില്ലാ പഞ്ചായത്തില് UDF-ന്റെ ലീഡ് 11. എവിടെ? ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ UDF 11, LDF 4. അപ്പൊ UDF വരുമോ? വരും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അവിടെ UDF ആയിരുന്നു. LDF 17. വീണ്ടും ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ഒരു വാർത്ത അരവിന്ദാക്ഷൻ കരവന്നൂർ കേസിലെ പ്രതി LDF തോറ്റു. കരുവന്നൂർ കേസിലെ പ്രതി അരവിന്ദാക്ഷൻ LDF സ്ഥാനാർത്ഥി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കരുവന്നൂർ കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം. തോറ്റു. കരുവന്നൂർ ഇമ്പാക്ട്. വീണ്ടും ട്രിവാൻഡ്രം കോർപ്പറേഷൻ LDF മുന്നിൽ വരികയാണ്. LDF 17, NDA 16, UDF 11. പിന്നെ ഒരു സീറ്റ് LDF കയറി. ഒരു സീറ്റ് എടുത്ത് കളിയാ. കണ്ണൂർ കോർപ്പറേഷനിലെ 2 NDA സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. NDA. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വിജയകുമാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കാളും കുറച്ചുകൂടി NDAയുടെ സ്വാധീനം കൂടിയതായി നമ്മൾ കാണുന്നു. ചിലപ്പോ പറയാറായിട്ടില്ല, പക്ഷേ എന്നാലും നില മെച്ചപ്പെടുത്തും കണക്കാക്കുന്നല്ലേ? കാരാട്ട് ഫൈസൽ തോറ്റു. LDF സ്ഥാനാർത്ഥി കാരാട്ട് ഫൈസൽ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ തോറ്റു. വിവാദ നായകൻ കാരാട്ട് ഫൈസൽ മുൻ MLA. കാരാട്ട് ഫൈസൽ അല്ല 108 വോട്ട് തോറ്റു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിരുവനന്തപുരം ഓൾ ദ റോഡ്സ് ലീഡ്സ് റോം എന്ന് പറയുന്ന എല്ലാ കണ്ണുകളും ഈ ദിൽനയ്ക്കൊക്കെ ഒരു ഇളക്കമുണ്ടായിരുന്നു. ദിൽനയുടെ വീട്ടിൽ മാത്രമേ ആൾക്കാർ മത്സരിക്കുന്നുള്ളൂ. എന്റെ വീട്ടിൽ ഒരാൾ മത്സരിച്ചു. എന്റെ ചേട്ടന്റെ മകൻ മത്സരിച്ചായിരുന്നു വേല പഞ്ചായത്തിലെ മയിലാടും വാർഡിൽ. റിസൾട്ട് പറയുമ്പോ വിജയകുമാർ വളരെ വേദനയോടെ ഞാൻ പറയുന്നു, അവൻ ജയിച്ചു. കാര്യം ഞാൻ പറയാം. അവൻ അത്യാവശ്യം നാട്ടിൽ കോൺട്രാക്ട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതം മനസ്സിലായി തുടങ്ങി. ഓക്കെ, റെഡി. അജിത് കുമാർ, കൺഗ്രാജുലേഷൻസ്. എനിവേ അല്ലേ വിജയകുമാർ, കോർപ്പറേഷനിൽ 3 LDF, 3 UDF, NDA 0. ചിത്രം. കേരളത്തിലെ ആകെ 6 കോർപ്പറേഷനിൽ 3 LDF, 3 UDF വിജയിച്ചിരിക്കുന്നു. NDA ജയിച്ചെന്ന് പറയാൻ പറ്റില്ല. ലീഡ്. ഓക്കെ, അപ്പോ UDF-ന്റെ സിറ്റിംഗ് സീറ്റിലെ NDA ജയിച്ചു. PM നിയാസ് തോറ്റു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി PM നിയാസ് കോഴിക്കോട് കോർപ്പറേഷൻ VM വിനുവിനെ ആദ്യം സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹത്തിന് വോട്ടില്ല. വോട്ട് നാണക്കേടായി. സ്ഥാനാർത്ഥിയാക്കിയതാ. അടുത്ത സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പക്ഷേ PM നിയാസ് നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. VM വിനു മാറിയപ്പോ വന്നതാണ്. അവിടെ തന്നെ തോറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് എത്രത്തോളം ഈ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട ആൾക്കാരെ വാർഡുകളിലൊക്കെ മത്സരിപ്പിക്കുമ്പോഴേ അവർക്ക് പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ. ഒരാൾ പറ. പാലക്കാട്ട് 6 അഗസ്തി തോറ്റു. അഗസ്തി രണ്ടാമത്തെ വൻവീഴ്ച. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശബരിനാഥിന് ശേഷം ആയിട്ടില്ല. തിരുവനന്തപുരം ബ്യൂറോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ശബരിനാഥ് കവടിയ തിരുവനന്തപുരം അല്ലേ? എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ജിൻഡോ ജോൺ 3ാം സ്ഥാനത്ത്. ചർച്ചയ്ക്ക് ജിൻഡോ ജോൺ
നമ്മുടെ അഗസ്തിയുടെ ചിത്രമാണ് സ്ക്രീനിൽ ഇപ്പൊ അഗസ്തി മുൻ MLA. അദ്ദേഹം ഈ കട്ടപ്പന വാർഡിൽ ഇടുക്കി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലാണ് തോറ്റു അല്ലേ? അവിടെ കാണുമ്പോൾ അഗസ്തി നമ്മളെ ചീത്ത പറയും. ഈ തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ വൻവീഴ്ചയാണ്. വൻവീഴ്ച ഏതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്? ഒന്നാം വീഴ്ച എ വി ഗോപിനാഥ്, രണ്ടാം വീഴ്ച EM അഗസ്തി, മൂന്നാം വീഴ്ച അറിയത്തില്ല. കാരാട്ട് ഫൈസലാണെങ്കിൽ വീഴ്ച ഫിലിപ്പിന്റെ വാർഡില് ഡോക്ടർ ബീന ഫിലിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയം ചാലക്കുടി നഗരസഭയിലെ ചെയർമാൻ ഷിബു വാലപ്പൻ തോറ്റായിരുന്നു. റീകൗണ്ടിങ്ങിലൂടെ ജയിച്ചു. ഷിബു വാലപ്പൻ ചാലക്കുടി നഗരസഭയിലെ ചെയർമാൻ ആയിരുന്നു. ആദ്യം എണ്ണിയപ്പോൾ 10 വോട്ടിന് ഷിബു തോറ്റായിരുന്നു. റീകൗണ്ടിങ് ജയിച്ചു. വാലപ്പൻ. പാലക്കാട് 6-6-6 LDF 6 UDF 6 BJP. ഇത് സമഗ്രത നോക്കുമ്പോൾ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. 1.25 മണിക്കൂർ 2 മണിക്കൂർ ആവാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.